അപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് മറ്റേ ഹസ്ബൻഡാണ്ട് വൈഫായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് സീരിയലിൽ. അവർക്കും ഈ പറയുന്ന ചോദിക്കാനും പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇന്നത്തെ ആ ഒരു കരിയറിൽ പോകുന്നില്ല, അതിൽ ഒരുപാട് ഗോസിപ്പും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ. എന്തുകൊണ്ട് ഈ റീലിൽ അഭിനയിക്കുന്നതിന് ഇങ്ങനെ പറയുക, റീൽ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നതിന് ഇങ്ങനത്തെ ഒരു കാര്യം പറയണമെന്ന് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ ഒരു സിനിമയുടെ ആണെങ്കിലും സീരിയലിലാണെങ്കിലും റീല് ഫേസ്ബുക്കിൽ വരാറുണ്ട്. ഏഷ്യാനെറ്റ് ആണെങ്കിലും സൂര്യ ടിവിയുടെ ആണെങ്കിലും എന്ത് സീരിയലാണെങ്കിലും എക്സാമ്പിൾ പറഞ്ഞ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നതുകൊണ്ട് യോജിക്കുന്നുണ്ടോ? വീട്ടിലും ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്ന് പറഞ്ഞു. ഞാൻ യോജിക്കുന്നില്ല. എന്ന് വെച്ചാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ 18 തികഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് സ്വയം തീരുമാനിക്കാം നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അത് ഒരു പക്ഷേ നമ്മളിപ്പോൾ തുടക്കക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ റീൽ ലെവൽ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രമാണ്. അപ്പോൾ അവരെ ഒന്ന് വില കുറച്ച് കാണുന്നു. അപ്പോൾ അവരെ ചില ആൾക്കാർ ഇപ്പോൾ എന്നോട് പേഴ്സണലി ചില ആൾക്കാർ പറഞ്ഞ ടോക്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ വന്നല്ല, അപ്പം അതിനെപ്പറ്റി തന്നെ മോശമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാ? അത് ബാംഗ്ലൂരിൽ അലൻ വന്നതാണോ അതോ? അല്ല, ബാംഗ്ലൂരിൽ നമ്മൾ വന്നത് നമ്മൾ ഒരു റൂമിലാന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട്. തെറ്റുകൾ പറയാം. അങ്ങനെ പറയുന്നൊരു ഗോസിപ്പ് എനിക്ക് എഴുതി വന്നതല്ല, എന്നെ വിളിച്ച് പറഞ്ഞതാ. ഒരാളിങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ സംഭവം. കാരണം നമ്മളങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ അവിടെ പുള്ളിക്കാരുടെ വീട്ടിലാണ്. നമുക്ക് മറ്റേ ആശായത് ഞാനൊരു റൂമിൽ താമസിച്ചത്. അതിനോട് ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അത് വെച്ചിട്ട് റിപ്ലൈ. അതെന്താണെന്നറിയോ? അത് ചിലപ്പോൾ അവർക്ക് ഒരു സ്ത്രീയുമായിട്ട് ഇടപഴകുമ്പോൾ വേറെയുള്ള ചിന്തകൾ കടന്നു വരുന്നുണ്ടാവും മനസ്സിൽ. അതായത് അങ്ങനെ അഭിനയിക്കുന്നവർക്കൊക്കെ അങ്ങനെ ഒരു വികാരമാണ് തോന്നുന്നത് എന്ന് ഒരു തെറ്റിദ്ധാരണയായിരിക്കാം. നമ്മളിപ്പോൾ ഒരേ റൂമിൽ കിടന്നാൽ പോലും നമ്മൾക്ക് അങ്ങനെ ഒരു വികാരം തോന്നൂല. ഇല്ല, അത് നമ്മൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബന്ധമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളെപ്പോലെ അവിടെ നിന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നവരെ ഞാൻ പറയുന്നത്, എല്ലാവരും അങ്ങനെയൊന്നല്ല. അങ്ങനത്തെ കമൻസ് ഇടുന്നവരോട് അല്ലേ? അത് കറക്റ്റാണ്. ഇപ്പോൾ ഒരു സമയം വരെ ഇപ്പോൾ അമ്മയുടെ അനിയത്തിയുടെ ഒപ്പം ഒരു റൂമിൽ താമസിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അത് മോശമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടോ? എക്സാമ്പിളി പറയണതാണ്. പ്രായപൂർത്തിയാകും മുന്നേ വരെ ഏകദേശം ഒരു എന്താ പറയുക 2015-16 വരെ ഒരു റൂമിൽ താമസിച്ചിട്ടുണ്ട് കുട്ടി കാലഘട്ടത്തിൽ, മൈനറായ. എന്നിട്ട് ചില ആൾക്കാർ അവരെ അതും എടുത്ത് പറയാറുണ്ട്. പക്ഷെ എന്തിനേയും കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ തെറ്റാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു സമയത്ത് ഒരു ഒരു എന്താ പറയുക, ഒരു പ്രൈവസി എന്ന നിലയിലാണ് അല്ലേ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറില്ലേ? അപ്പം അമ്മയ്ക്ക് മകളുണ്ടെന്ന് പറയുന്നു, പുള്ളിക്കാർത്തി നിങ്ങൾ ഒരു റൂമിലാണോ താമസിക്കുന്നത്? എന്തുകൊണ്ടാണ്? അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ഇൻഡിവിജ്വാലിറ്റി വരണം. പിന്നെ നമ്മളെ പേരൻസ് എന്ന നിലയിൽ നമ്മളുടെ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്സ് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ അതിന്ന് മാറ്റി കിടത്തുന്നതാണ് ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും നല്ലത് അല്ലേ? അത് അവർ അറിയേണ്ട സമയത്ത് അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ നമ്മൾ പറയുകയും സ്കൂളിൽ നിന്ന് അതിനുള്ള സെക്ഷൽ എഡ്യൂക്കേഷൻസും കൊടുക്കുകയും ചെയ്യും. അല്ലേ?